ഇതിവിടെ പുതിയതായിട്ട് വന്ന സാധനമാണ്. നല്ലൊരു കാർഡിയോ എക്സസൈസ് ആണ് ശരിക്കും പറഞ്ഞാൽ. പഞ്ച് ചെയ്യാന്ന് പറയുന്നത് നല്ല രീതിയിൽ ഹാർട്ട് റേറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടും. എനിക്ക് കുറച്ച് ബേസിക്സ് മാത്രം എൻ്റെ ഒരു ഫ്രണ്ട് പഠിപ്പിച്ചെന്ന് എനിക്കറിയാം. സോ എനിക്കിഷ്ടമാണ് ബോക്സിങ്. ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോഴും ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഇടികൊള്ളാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ബോക്സിങ്ങിനൊന്നും പോകുന്നില്ല. അപ്പം ലെറ്റ്സ് ഡു സം വാം അപ്സ് ആൻഡ് ഗോ ഫോർ ദ വർക്കൗട്ട്. സോ ലോവർ ബോഡി വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്തായാലും വാം അപ്പ് ചെയ്തിരിക്കണം. പിന്നെ നിങ്ങൾക്ക് എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ പോലും ചെയ്യാൻ പറ്റുന്ന കുറച്ച് ലോവർ ബോഡി വർക്കൗട്ട്സ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് വീട്ടിൽ എന്തെങ്കിലും ചെറിയ വെയ്റ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ട്രൈ ചെയ്യാവുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ സ്പെഷ്യലായിട്ട് ജിമ്മിലൊന്നും പോകുന്നൊന്നുമില്ല. സോ ഫസ്റ്റ് തിങ്, നോർമലായിട്ടൊരു സാധനം തന്നെ സ്ക്വാറ്റ്സ്. ഇത് നിങ്ങൾക്ക് എത്ര വേണോ ചെയ്യാം. വെയ്റ്റിലെന്നുണ്ടെങ്കിൽ വെയിറ്റൊന്നും കയ്യിൽ കൊണ്ടു നടക്കാനില്ല, അല്ലെങ്കിൽ മെഷീൻസ് ഒന്നും ഇല്ല, ഡംബിൾസ് ഒന്നും ഇല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോർമൽ സ്ക്വാറ്റ്സ് ചെയ്യും. കാരണം നിങ്ങളുടെ ഫുൾ ബോഡി വെയിറ്റ് നിങ്ങൾ സ്ക്വാറ്റ്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ലെഗ് കൊണ്ട് താങ്ങുക. സോ ദാറ്റ് ഈസ് ദ ലോവർ ബോഡി വർക്കൗട്ട്. ചെയ്യുന്ന സമയത്ത് മാക്സിമം ഡീപ്പായിട്ട് പോകാൻ പറ്റി ശ്രമിക്കുക. ചില ആൾക്കാർക്ക് മൊബിലിറ്റി ഇത്രേ കാണത്തുള്ളൂ, സാരമില്ല. മാക്സിമം ഇവിടെ വന്നിട്ട് പോസ് ചെയ്യുക, പിന്നെ താഴോട്ട് പോകാൻ ശ്രമിക്കുക, പിന്നെ മേലോട്ട് വരിക. ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് വർക്കൗട്ട് സ്ക്വാറ്റ്, പിന്നെ ലഞ്ചസ്. ഇതും ഒരു ലെഗ് വർക്കൗട്ടാണ്. ഇത് നോർമൽ ലഞ്ചസ്. ഇത് കുറച്ച് സൈഡിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഗ്ലൂട്സിന് ഒരു എഫക്റ്റ് കിട്ടും. സോ ഇത് അടുത്ത വേരിയേഷൻ. തേർഡ് വേരിയേഷൻ, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് ഉണ്ടെങ്കിൽ, ലൈക്ക് 2 ബുക്കാണെങ്കിലും കുഴപ്പമില്ല, ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് വെയിറ്റുള്ള എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ നിന്നിട്ട് ഇവിടം വരെ ഹോൾഡ് ചെയ്യുക. ഒരുപാട് മുട്ട് മടക്കണ്ട, ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്തിട്ട് മാക്സിമം സ്ട്രെച്ച് കൊടുക്കുക. സപ്പോസ് ഇപ്പോൾ വെയിറ്റ് ഇല്ലെങ്കിൽ പോലും ജസ്റ്റ് ബാക്ക് സ്ട്രേറ്റ് വെച്ചിട്ട് ഓൾമോസ്റ്റ് ട്രൈ ടു ടച്ച് യുവർ ടോ. നമുക്ക് ഇവിടുന്ന് നല്ലൊരു സ്ട്രെച്ച് കിട്ടും. സോ ഇത് നിങ്ങളുടെ ഹാംസ്ട്രിങ്സും ഗ്ലൂട്ട്സും നല്ല രീതിയിലുള്ള സ്ട്രെച്ച് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. ഇതിനൊക്കെ ഒരുപാട് ഫാൻസി നെയിംസ് ഉണ്ട്. ഫാൻസി നെയിംസിനേക്കാളും കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചെയ്യേണ്ട രീതികളാണ്. ഓക്കെ, ഞാൻ ചെയ്യുന്ന ഏത് മസിൽസ് ഞാൻ ആക്ടിവേറ്റ് ആക്കുന്നത് അതും കൂടി പഠിച്ചിരിക്കുക. ഓക്കെ, ഇത് അടുത്തതെന്ന് പറഞ്ഞാൽ കൈൻഡ് ഓഫ് വാക്കാണ്. ഡക്ക് വാക്ക് എന്ന് പറയും. ഇങ്ങനെ നിൽക്കുക, ഓക്കെ. ഇതും നിങ്ങളുടെ ലോവർ ബോഡിക്ക് നല്ലൊരു എക്സസൈസാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും വെയിറ്റ് ഉണ്ടെങ്കിൽ വെയിറ്റ് വെക്കാം, വെയിറ്റ് ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. കാലിങ്ങനെ അടുപ്പിച്ച് വെക്കുക, കൈ രണ്ടും ദൂരെ വെക്കുക, അപ്പ് ആൻഡ് ഹോൾഡ്. ഇപ്പം എന്തെങ്കിലും സപ്പോസ് നിങ്ങളുടെ വെയിറ്റ് ഉണ്ടെങ്കിൽ ഒരു ഡമ്പലോ എന്തെങ്കിലും വെയിറ്റ് എടുത്ത് ഇവിടെ വെക്കുക ആൻഡ് ഡു ദിസ്. സോ ഈ വർക്കൗട്ട് നിങ്ങളുടെ ലോവർ ബാക്കിനും ഗ്ലൂട്ട്സിനും ഹാംസ്ട്രിങ്സിനും നല്ലൊരു വർക്കൗട്ടാണ്. സോ ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി വെയിറ്റ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാവുന്ന വർക്കൗട്ട്സാണ്. അതുപോലെ തന്നെ അപ്പർ ബോഡിക്കും നിങ്ങളുടെ അപ്പർ ബോഡിക്കും എക്യുപ്മെൻറ്റ്സ് ഇല്ലാത്ത ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് നീ പുഷപ്സ്. പുഷപ്സ് ചെയ്യാൻ പറ്റാത്തവർക്കാണെങ്കിൽ നീ പുഷപ്സ് ഒരു ഓപ്ഷനാണ്. ചെയ്യാൻ പറ്റുന്നവർക്കാണെങ്കിൽ നോർമൽ പുഷപ്സ്. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് കുറച്ച് ഷോൾഡർ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ
പൈക്ക് പുഷപ്പ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കോർ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യണമെങ്കിൽ പ്ലാങ്ക്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ ലോവർ ബാക്ക് പെയിൻ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഈ 2 സ്ട്രെച്ചസും കൂടി ആഡ് ചെയ്തു. കേക്കോ, this one, and Chalpos and Cobra. സോ നിങ്ങൾ ഇപ്പോൾ എത്ര നേരം കണ്ടില്ലേ, ഇതെല്ലാം നിങ്ങൾക്ക് എക്യുപ്മെൻറ്റ്സ് ഇല്ലാതെ ചെയ്യാൻ പറ്റിയ ഒരു കംപ്ലീറ്റ് ഫുൾ ബോഡി വർക്കൗട്ട് റൂട്ടീനായി. സിമ്പിൾ. എക്സ്ക്യൂസസ് ആർക്കും കൊടുക്കാം, പക്ഷേ എക്യുപ്മെൻറ്റ്സ് ഇല്ല, ടൈമില്ല, ഇങ്ങനത്തുള്ള പല എക്സ്ക്യൂസസും പല ആൾക്കാർ കൊടുക്കാറുണ്ട്. പക്ഷേ നിങ്ങൾക്ക് മനസ്സുണ്ട്, ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എവിടെ വേണോ വർക്കൗട്ട് ചെയ്യാം, എന്ത് വെച്ച് വേണേൽ വർക്കൗട്ട് ചെയ്യാം. The equipments doesn't matter, it's your mindset to do the things. അപ്പം ഇപ്പം നിങ്ങൾ ഫുൾ ബോഡി വർക്കൗട്ട് കണ്ടല്ലോ, എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇല്ലാതെ തന്നെ. ഇനി നമുക്ക് മേളിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യാം. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിൽ നല്ല വിശ്വാസമുണ്ട്, യു ഹാവ് എ കോർ സ്ട്രെങ്ത്. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ then you are super strong. ഓക്കെ, എൻ്റെ ഈ കാലം കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഡിസ്ലൊക്കേഷൻ ഉള്ളതുകൊണ്ട്. ബട്ട് ദിസ് ലെഗ് ഐ എം സൂപ്പർ കോൺഫിഡൻറ്റ്. അതുകൊണ്ട് എനിക്ക് സിംഗിൾ ലെഗ് സ്ക്വാട്ട്സ് അതിനകത്ത് ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ്സ് സ്റ്റേബിൾ ടു. എനിക്ക് പേടിക്കാതെ ചെയ്യാൻ പറ്റും. സോ ഇതെല്ലാം ഞാൻ വർഷങ്ങളായിട്ട് ശ്രമിച്ച് എടുത്ത കാര്യങ്ങളാണ്. അല്ലാതെ ഒരു ദിവസം കൊണ്ടോ, ഒരു മാസം കൊണ്ടോ, 2 മാസം കൊണ്ടോ ചെയ്തെടുക്കുന്നതല്ല. ഇറ്റ് ടേക്സ് ടൈം. നമ്മൾ ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി പോസിബിൾ. അതുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുക അൺടിൽ ഇറ്റ്സ് പോസിബിൾ. ഓക്കെ, അപ്പം ഇനി ഞാൻ ലെക്ചർ അടിച്ച് സമയം കളഞ്ഞില്ല. എൻ്റെ വർക്കൗട്ടിന് സമയമായി. ലെറ്റ്സ് ഗോ ആൻഡ് ഡു ദ വർക്കൗട്ട്.